കെ.സി.യെ മുഖ്യമന്ത്രിയാക്കാൻ കളഭം കൊണ്ട് തുലാഭാരം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് വീണ്ടും ഫ്ലെക്സ് ബോർഡ്. രമേശ് ജിയെ താറടിക്കാൻ നോക്കിയാൽ സതീശൻ അനുഭവിക്കുമെന്ന മുന്നറിയിപ്പുമായി ഫ്ലെക്സ് ബോർഡ്. യു.ഡി.എഫിലെ മുഖ്യമന്ത്രി ചർച്ച ഇടതുപക്ഷ സൈബർ ടീമിന്റെ കുബുദ്ധിയെന്ന് മാത്യു കുഴൽനാടൻ. എൻ.എസ്. മാധവന്റെ ഫലപ്രവചനത്തിന് മറുപടിയായി പി.വി. അൻവറിന്റെ സർവേ റിപ്പോർട്ട്. കേരളമാകെ രാഷ്ട്രീയമയത്തിൽ. കേരളം ആര് ഭരിക്കുമെന്നത് സംബന്ധിച്ച് യു.ഡി.എഫിൽ യാതൊരു തർക്കവുമില്ല. ആകെയുള്ള തർക്കം ആര് മുഖ്യമന്ത്രിയാകുമെന്നതിനെ ചൊല്ലിയാണ്. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നതിനായി കോൺഗ്രസ് നേതാവ് തുലാഭാരം നടത്തിയതാണ് ഇതിൽ ലേറ്റസ്റ്റ്. കോൺഗ്രസ് തൃശൂർ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് CM അനിൽകുമാറാണ് കളഭം കൊണ്ട് കെ.സി. വേണുഗോപാലിനായി തുലാഭാരം നടത്തിയത്. പാലക്കാട് ഏമൂർ ഹേമാംബിക ക്ഷേത്രത്തിലാണ് വഴിപാട് നടത്തിയത്. പ്രശസ്തമായ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ഏമൂർ ഹേമാംബിക ക്ഷേത്രം. കെ.സി. മുഖ്യമന്ത്രിയാകണമെന്ന് താൻ ഏറെ ആഗ്രഹിക്കുന്നതായി CM അനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസുകാരനായതുകൊണ്ട് തന്നെ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ അനിൽകുമാർ പതിവായി പോകാറുണ്ടത്രേ. കുടുംബാംഗങ്ങൾക്ക് വഴിപാട് നടത്തുന്ന പോലെയാണ് തന്റെ പ്രിയ നേതാവായ കെ.സിക്ക് വേണ്ടി വഴിപാട് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. മനസ്സുകൊണ്ട് കെ.സി. മുഖ്യമന്ത്രിയാകണമെന്നാണ് തന്റെ ആഗ്രഹം. ആ ആഗ്രഹം നിറവേറാൻ വേണ്ടിയാണ് കളഭം കൊണ്ട് വഴിപാട് നടത്തിയത്. അത് സാധിക്കുമെന്നാണ് കരുതുന്നതെന്നും അനിൽകുമാർ പറഞ്ഞു. അതേസമയം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും പോസ്റ്ററുകളും ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടു. മൂവാറ്റുപുഴയിലാണ് വി.ഡി. സതീശനായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്നായിരുന്നു ബോർഡിൽ ഉണ്ടായിരുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ഫ്ലെക്സ് ബോർഡ് പിന്നീട് നീക്കം ചെയ്യുകയും ചെയ്തു. എറണാകുളം ജില്ലയിൽ വി.ഡി. സതീശനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ആലുവ DCC ഓഫീസിന് മുന്നിലാണ് വി.ഡി. സതീശനെതിരെ ഫ്ലെക്സ് ഉയർന്നത്. രമേശ് ചെന്നിത്തലയെ പിന്തള്ളിയിട്ട് മുഖ്യമന്ത്രി കസേര സ്വന്തമാക്കാമെന്ന് സതീശൻ വിചാരിക്കേണ്ട എന്നായിരുന്നു ഫ്ലെക്സിൽ കുറിച്ചിരുന്നത്. മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള പരസ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്ന KPCCയുടെ ഉത്തരവിനെ ലംഘിച്ചാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. PR വർക്കിന്റെ ബലത്തിൽ രമേശ് ജിയെ പോലെയുള്ള സീനിയർ നേതാക്കളെ താറടിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള സതീശന്റെ വ്യാമോഹം വിലപ്പോകില്ല എന്നായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാമിലി എന്ന പേരിൽ ഉയർന്ന ഫ്ലെക്സിലെ വരികൾ. അതേസമയം കോൺഗ്രസിൽ മുഖ്യമന്ത്രി തർക്കമെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണത്തിന് പിന്നിൽ CPM ആണെന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചു. ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിൽ CPMന്റെ സൈബർ ഹാൻഡിലുകളാണെന്ന് വ്യക്തം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തിനായി സജീവ പ്രചാരണം നടത്തിയ അക്കൗണ്ടുകളാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ പ്രചാരണം നടത്തുന്നതെന്നും മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി. റിസൾട്ട് വരും മുമ്പേ ഈ വിധത്തിൽ യു.ഡി.എഫിൽ മുഖ്യമന്ത്രി തർക്കം നടക്കുന്നത് പ്രവർത്തകരെ നിരാശപ്പെടുത്തുമെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞതൊന്നും കോൺഗ്രസ് നേതൃത്വം ഗൗനിക്കുന്നേയില്ല. അതിനിടെ മുഖ്യമന്ത്രി പോരിൽ ലീഗിനെ ഒപ്പം നിർത്താനും ഈ നേതാക്കൾ പണി തുടങ്ങിയിട്ടുണ്ട്. അതേസമയം സാഹിത്യകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ N.S. മാധവൻ LDF തുടർഭരണം പ്രവചിച്ചിരുന്നു. വിവിധ മാധ്യമങ്ങളുടെ പ്രവചനങ്ങൾ വരാനിരിക്കെ N.S. മാധവൻ നടത്തിയ പ്രവചനത്തെ മറികടക്കാൻ യു.ഡി.എഫിന്റെ ബേപ്പൂർ സ്ഥാനാർത്ഥി പി.വി. അൻവറും സർവേ റിപ്പോർട്ടുമായി രംഗത്തെത്തി. 89 സീറ്റുമായി യു.ഡി.എഫ് അധികാരത്തിലെത്തുമെന്നാണ് പി.വി. അൻവറിന്റെ സർവേ റിപ്പോർട്ട്. പി.വി. അൻവർ തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച പോഡ്കാസ്റ്റിലാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. മലബാറിൽ 60-ൽ 40 സീറ്റും യു.ഡി.എഫ് നേടുമെന്നാണ് സർവേയിൽ കാണിക്കുന്നത്. മധ്യ കേരളത്തിൽ 32-ൽ 21 സീറ്റിലും തെക്കൻ കേരളത്തിൽ 48-ൽ 25 സീറ്റും യു.ഡി.എഫ് നേടുമെന്നാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. ബേപ്പൂരിൽ പി.വി. അൻവർ ജയിക്കുമെന്നും സർവേയിൽ പറയുന്നു. മലമ്പുഴയിൽ സുരേഷ് ജയിക്കുമെന്നും മലപ്പുറത്തെയും വയനാട്ടിലെയും മുഴുവൻ സീറ്റുകളും യു.ഡി.എഫ് നേടുമെന്നും പി.വി. അൻവറിന്റെ സർവേയിൽ കാണിക്കുന്നു. പേരാമ്പ്രയിലും ബാലുശ്ശേരിയിലും എലത്തൂരിലും ശക്തമായ മത്സരം നടക്കുമെന്നാണ് റിപ്പോർട്ട്. മലബാറിൽ ആന്റി പിണറായി തരംഗം ആഞ്ഞുവീശുമെന്നും അൻവർ പറഞ്ഞു. ധർമ്മടത്തും ഭൂരിപക്ഷം 10,000-ലോ അതിന് താഴെയോ വരാം. പിണറായി വിജയൻ പരാജയപ്പെട്ടാലും ഞെട്ടണ്ടെന്ന് അൻവർ പോഡ്കാസ്റ്റിൽ പറഞ്ഞു.